കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം. ട്യൂഷൻ സെന്ററിലുണ്ടായ ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായിരുന്ന തർക്കമാണ് കുട്ടിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. മരണത്തിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. റിയാസ് കെമാർ ഉണ്ട് വിശദാംശങ്ങളുമായി. റിയാസ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ വിഷയം മാറിയിരിക്കുകയാണ്. അതേസമയം ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്ന ആയുധങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റ് നടപടികൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പോലീസിന്റെ കൂടുതൽ നടപടികൾ എന്തായിരിക്കാം? വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഈ മരണം ഇപ്പോഴാണ്, അതായത് ഇന്ന് നേരം പുലരുമ്പോഴാണ് പൊതുസമൂഹം തന്നെ അറിയുന്നത്. കാരണം പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ നടപടികൾ ഇനി വരേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വരും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇത് കർശനമായി തന്നെ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ ആ ഓഡിയോ സന്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് കരുതുന്നു. ഞാനത് എന്തായാലും കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത് പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫിനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ, അത് മാത്രമല്ല. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം, പോലീസ് ഒരാൾ മരിച്ചു, കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും പോലീസ് കേസൊന്നും എടുക്കില്ല, അവിടെ കേസൊന്നും ഉണ്ടാകില്ല, അവരിങ്ങോട്ട് വന്നതല്ലേ എന്ന് പരസ്പരം കുട്ടികൾ ഈ ചാറ്റിലൂടെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരു ഇൻസ്റ്റാ സന്ദേശം കൂടി. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലും. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. എന്റെ വാപ്പ വിളിച്ചിരുന്നു, എന്റെ ഫുള്ളാ. അതായത് എടാ ഫഹദേ, നിന്നോട് ഞാൻ പറഞ്ഞതാണ്, ഷാബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും എന്നുള്ളതാണ്. അവന്റെ കണ്ണൊന്നും ഇപ്പോഴില്ല കേട്ടോ, അവന്റെ കണ്ണൊന്നും നീ പോയി നോക്കൂ എന്ന് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഒരു വിദ്യാർത്ഥി ഈ ഇൻസ്റ്റാ സ്റ്റാറ്റസിൽ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ പുറത്തുവിടാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുക. അതിന്റെ ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങേറ്റം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങേറ്റം നടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ എല്ലാം മനസ്സിന്റെ രോഷം കൊള്ളിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു എന്നുള്ളത് അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി മാറുന്നു. അതായത് ഈ ഒരു കൃത്യത്തിന് ശേഷവും പരസ്പരം ഏറ്റുമുട്ടി ഒരാളെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിട്ടും ഇവരുടെ പകയടങ്ങിയില്ല. അല്ലെങ്കിൽ ഇവർ ചെയ്ത കൃത്യം എന്തോ വലിയ മഹത്തായ കാര്യമാണ്, പുണ്യമാണ് എന്ന് കരുതുന്ന രീതിയിലേക്ക് ഈ വിദ്യാർത്ഥികളുടെ മനോഭാവം വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം രോഷം രോഷമുളവാക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, നടുക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയെങ്കിൽ ഈ തലമുറയുടെ കയ്യിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഭാവി ഭദ്രമാകുക എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഒരു തലമുറയെ മൊത്തമായി നമ്മൾ പറയുന്നില്ല, പക്ഷേ എങ്കിൽ കൂടിയും ഈ തലമുറയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളുമുണ്ട്. ആ പുഴുക്കുത്തുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ നമ്മുടെ